ഞാൻ ഇന്ന് ഫേസ്ബുക്കിൻ്റെ 2 അപ്ഡേറ്റുകളെ കുറിച്ചിട്ട് പറയുകയാണ് ഈ വീഡിയോയിലൂടെ. അത് നമുക്ക് പലർക്കും ഉപകാരപ്പെടുന്നതാണ്. പിന്നെ ഇത് കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, കുറേ പേര് ഇത് ഉപയോഗിക്കുന്നതായിരിക്കും. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യം, നമുക്ക് ഫേസ്ബുക്ക് ഓർഗാനിക്കായിട്ട് തന്നെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട് പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഫേസ്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് രണ്ടും എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിലൊന്നാമത്തെ കാര്യം, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ ക്രിയേറ്റർ സ്റ്റുഡിയോ എടുക്കുന്നു. ക്രിയേറ്റർ സ്റ്റുഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ക്രിയേറ്റർ സ്റ്റുഡിയോ നമുക്ക് പോസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്യാനും അതുപോലെ പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് അനലറ്റിക്സ് കാണാനും ഒക്കെ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു ഫ്രീ ടൂള് തന്നെയാണ് ഫേസ്ബുക്കിൻ്റെ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, സാധാരണ നമ്മൾ പേജിൽ പോസ്റ്റ് ചെയ്തത് നേരെ പേജിൽ പോയിട്ട് അവിടുന്ന് ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആഡ് എ വീഡിയോ എന്നുള്ളത്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ന്യൂ കൊടുക്കുന്നു, അതിനുശേഷം അപ്ലോഡ് എ വീഡിയോ കൊടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ ആ വീഡിയോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ സെലക്ട് ചെയ്ത് വീഡിയോ ജസ്റ്റ് ഒന്ന് ലോഡായി വരികയാണ്. ഓക്കെ, ഞാനപ്പോൾ വീഡിയോ സെലക്ട് ചെയ്തു. അതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. വീഡിയോ ഡീറ്റെയിൽസ്, ഒപ്റ്റിമൈസേഷൻ, തംബ്നെയിൽ, ക്യാപ്ഷൻ ട്രാക്കിംഗ് എക്സെട്ര. അപ്പോൾ ഇവിടെ നമുക്ക് വീഡിയോ ഡീറ്റെയിൽസിലെന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ ക്യാപ്ഷനും അതുപോലെ ഡിസ്ക്രിപ്ഷനും മാത്രം കൊടുക്കുക. അതായത് ഇവിടെ ക്യാപ്ഷൻ കൊടുക്കുക, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഒപ്റ്റിമൈസേഷൻ. ഒപ്റ്റിമൈസേഷനിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ ടാർഗറ്റിംഗ് ഓപ്ഷൻ ഇല്ല. ടാർഗറ്റിംഗ് ഓപ്ഷൻ വരുന്നത് പബ്ലിഷിംഗ് ഓപ്ഷൻസിലാണ്. പബ്ലിഷിംഗ് ഓപ്ഷൻസ് അത് നമുക്കിവിടെ മേളിലൂടെ കാണുന്ന ഈ പബ്ലിഷിംഗ് ഓപ്ഷൻസിലാണ്. ഈ പബ്ലിഷിംഗ് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാനിവിടെ അതിന് മുമ്പ് ഒരു ടൈറ്റിൽ കൊടുത്താലേ പബ്ലിഷിങ്ങിലോട്ട് പോവുള്ളൂ. പബ്ലിഷിംഗിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് എന്താണ്, ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന് പബ്ലിഷ് നൗ, പ്രീമിയർ, ഷെഡ്യൂൾ, ഇതെല്ലാം കഴിഞ്ഞ് താഴെ ന്യൂസ് ഫീഡ്, അതിന് താഴെ ടാർഗറ്റ് സ്പെസിഫിക് ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ടിക്ക് ചെയ്യുക. അതിൽ ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇൻട്രസ്റ്റ് നമ്മൾ ഇടാൻ പോകുന്ന പോസ്റ്റിനനുസരിച്ച്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് ഫുഡ്, ഇനി ബർഗർ, അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്കിവിടെ ടാർഗറ്റ് ചെയ്യാം. ഇനി ബർഗർ ഫാസ്റ്റ് ഫുഡല്ല, അതല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഹെൽത്ത് ആൻഡ് വെൽനെസ്, ഹെൽത്ത് കെയറിൽ ഇൻട്രസ്റ്റ് ഉള്ളവരെ ടാർഗറ്റ് ചെയ്യാം. ഇനി ഹെൽത്ത് വെൽനെസ്, ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടംപോലെ ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഫുഡ് ആൻഡ് ഡ്രിങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ചൈനീസ് ക്യൂസീൻ ഇഷ്ടമുള്ളവർക്ക് അത്, അതല്ല അതിന് താഴെയുള്ളവർ അങ്ങനെ, ഇന്ത്യൻ ക്യൂസീൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ടാർഗറ്റ് ചെയ്യുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട. സാധാരണ അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. ഇവിടെ നമുക്ക് ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു അത്യാവശ്യം റീച്ചുള്ളൊരു പേജ് മാത്രമാണ്. അറ്റ്ലീസ്റ്റ് ഒരു 1,00,000 ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ് ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇത്രയും കൊടുത്തിട്ട് പിന്നീട് നമുക്ക് അവരുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഇന്ത്യ കൊടുക്കാം. അതിനുശേഷം നമുക്ക് മറ്റേതെങ്കിലും കൺട്രീസ് കൊടുക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കൺട്രീസ് കൊടുക്കാം. ഇനി കേരള ആണെങ്കിൽ കേരള മാത്രമായിട്ട് കൊടുക്കാം. അങ്ങനെ കൺട്രീസ്, റീജിയൻസ് എല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. കാരണം നമ്മുടെ മലയാളം കാണാം, മലയാളം കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ മലയാളം കൊടുക്കാം, ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കൂടെ ചേർത്ത് കൊടുക്കാം. കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ റീച്ച് കാണിക്കും. അതായത് 1,60,000 പേരിലേക്കായിരിക്കും ഇത് എത്താൻ പോകുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് 1,60,000 പേർക്കാണ് ഈ ഒരു ടാർഗറ്റുമായിട്ട് ബന്ധമുള്ളതെന്ന് നമുക്കാണ് ഇവിടെ കാണിച്ചു തരുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും കൊടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നമുക്ക് ഒരു ഫ്രീ ടാർഗറ്റിംഗ് ഓപ്ഷൻസ് ആയി. അപ്പോൾ നമ്മുടെ വീഡിയോസ് സാധാരണ പോസ്റ്റ് ചെയ്യുന്നതിലും കൂടുതൽ പേരിലേക്ക് എത്താനും റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്താനും ഇംപ്രഷൻസ് കിട്ടാനും അതുവഴി റിസൾട്ട് കിട്ടാനും നമുക്ക് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മറന്നുകൊണ്ട, ടാർഗറ്റ് ഇൻ ന്യൂസ് ഫീഡ് ടാർഗറ്റിംഗ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് നോക്കാം.
അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രിവ്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്മാർട്ട് പ്രിവ്യൂ. അതിനിവിടെ ഒപ്റ്റിമൈസേഷൻ, അതായത് നമ്മളിവിടെ വീഡിയോ ഡീറ്റെയിൽസ് ക്രിയേറ്റ് പോസ്റ്റിൻ്റെ അണ്ടറിൽ വീഡിയോ ഡീറ്റെയിൽസിൻ്റെ അണ്ടറിലായിട്ട് ഒപ്റ്റിമൈസേഷൻ. ഈ ഒപ്റ്റിമൈസേഷനിൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്മാർട്ട് പ്രിവ്യൂ. അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, ഇനി അതിൽ 2-3 മിനിറ്റുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അല്ലെങ്കിൽ 10 മിനിറ്റുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ഈ വീഡിയോയിൽ നമുക്ക് പ്രസക്തമായ കുറച്ച് ഭാഗങ്ങളുണ്ടാവുമല്ലോ, ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ. നമ്മളത് ആദ്യമേ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കതിനെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈവൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ കൂടി ഒരു ഹൈലൈറ്റും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്മാർട്ട് പ്രിവ്യൂ ഉപയോഗിക്കാം. അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ജനറേറ്റ് സ്മാർട്ട് പ്രിവ്യൂ എന്ന ഓപ്ഷൻ കൊടുക്കാം. അത്രയും കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കൊടുത്താൽ മതി. ഇനി പിന്നീടാണ് ഇത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ടിക്ക് കൂടെ കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ സ്മാർട്ട് പ്രിവ്യൂ റെഡി ആവാൻ കുറച്ച് സമയം എടുക്കും. കാരണം ഈ വീഡിയോ ഒക്കെ അവരൊന്ന് അനലൈസ് ചെയ്ത് വരണം. അനലൈസ് ചെയ്ത് വന്നിട്ട് വേണം അവർക്ക് ഇത് നമ്മളെ കാണിക്കാൻ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നമ്മൾ എടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിഞ്ഞ് സേവായി റിവ്യൂവിന് റെഡി ആകുമ്പോൾ നമ്മുടെ അടുത്ത് പറയും, വന്ന് നോക്കിക്കോ ഇത് സാധനം റെഡി ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയാം, ഇല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അപ്ലോഡ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ആ വീഡിയോ. ഞാനിപ്പോൾ ആ വീഡിയോയുടെ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്യണം. ഓക്കെ, ഇതാണ് വീഡിയോ. ഓക്കെ, ഒരു പ്രൊമോഷൻ വീഡിയോ ആണ്. അതിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇനി ഇതിന് നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ സ്മാർട്ട് പ്രിവ്യൂ എങ്ങനെയാണെന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് വന്നു ഈ ഒരു ഗ്രീൻ ബട്ടൺ, അതാണ് സ്മാർട്ട് പ്രിവ്യൂവിൻ്റെ റിവ്യൂ ബട്ടൺ. ഓക്കെ, അതിൽ ജസ്റ്റ് കഴ്സർ കൊണ്ടൊന്ന് മൗസ് പോയിൻ്റ് കൊണ്ടുവെക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ സ്മാർട്ട് പ്രിവ്യൂ റെഡി ടു വ്യൂ എന്ന് കാണിക്കും. ഇത് റെഡി ടു വ്യൂ കാണിക്കണമെങ്കിൽ നമുക്കൊരു 8-10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. പോസ്റ്റ് ചെയ്ത് 8-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേ എത്തുള്ളൂ. അപ്പോൾ ഇവിടെ റിവ്യൂ ബട്ടണിൽ കൊടുക്കുക. റിവ്യൂ ബട്ടണിൽ കൊടുക്കുമ്പോൾ നമുക്ക് വേറൊരു പേജ് വന്നു. ഈ പേജിൽ നമുക്കിവിടെ കാണിക്കും എങ്ങനെയാണ് ഇത് പ്ലേ ആകാൻ പോകുന്നത്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, കുറച്ച് മുമ്പ് ഒരു വീഡിയോ പ്ലേ ചെയ്തപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് കാണിച്ചില്ലേ, ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഇനി വരാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. കണ്ടോ, അതായത് ആ വീഡിയോയ്ക്കുള്ളിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ട് എടുത്തിട്ട് അവരതിനെ ആദ്യമേ കൊണ്ടിടും, എന്നിട്ട് വീണ്ടും ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് സ്മാർട്ട് പ്രിവ്യൂ. സാധാരണ ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് എഡിറ്റൊന്നും ചെയ്യാതെ തന്നെ ജസ്റ്റ് സ്മാർട്ട് പ്രിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ സൈറ്റിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ്റിനകത്ത് ഇൻക്ലൂഡഡായി. അപ്പോൾ വളരെ എളുപ്പമല്ലേ. നമുക്ക് എഡിറ്റ് ചെയ്ത് സമയങ്ങളുണ്ട്, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഈ 2 അപ്ഡേറ്റ്സും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് നന്നായിട്ട് ഇനി ഇതിനെക്കുറിച്ചിട്ട്, ഈ ക്രിയേറ്റർ സ്റ്റുഡിയോയെ കുറിച്ചിട്ടൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരിക, കമൻറ്റിൽ പറയുക. ക്രിയേറ്റർ സ്റ്റുഡിയോയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ പിന്നെ ഒരു കാര്യം മറക്കണ്ട, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഇത് പറയാൻ കാരണം, നമ്മൾ വീഡിയോ കാണുന്ന 86% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നു. അത് മോശമല്ലേ. ജസ്റ്റ് കുറച്ച് ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളാം. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ താങ്ക് യു സോ മച്ച്.